മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UDF കുട്ടനാട് നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിതങ്ങൾക്ക് കാരണം LDF സർക്കാരാണെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. സംഭരിച്ച നെല്ലിന് വില നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വരെയുണ്ടായി. രാജ്യത്തെ മതേതരത്വം തകർക്കുന്ന NDA സർക്കാരിനെ ഒരു നിമിഷം പോലും വൈകാതെ താഴെ ഇറക്കുവാനുള്ള കഠിന ശ്രമം UDF പ്രവർത്തകർ നടത്തണമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ കുട്ടനാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിലെ കർഷകരുടെ ദുർഗതിക്ക് കാരണം LDF സർക്കാരാണെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ദുരിതമാണ് നേരിടേണ്ടി വരുന്നത്. നെല്ല് സംഭരണം താറുമാറായി. സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വരെയുണ്ടായി. 8 വർഷം മുമ്പ് വിഭാവനം ചെയ്ത കുട്ടനാട് പാക്കേജ് നടപ്പാക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. രാജ്യത്തെ തകർക്കുന്ന NDA സർക്കാരിനെ ഒരു നിമിഷം പോലും വൈകാതെ താഴെ ഇറക്കാനുള്ള കഠിന ശ്രമം UDF പ്രവർത്തകർ നടത്തണമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. ഒരു നിമിഷം പോലും പാഴാക്കാതെ രാജ്യം ഇന്ന് ആശങ്കയോടെ നോക്കിക്കാണുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ചു മുടിച്ച് ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ സാഹചര്യങ്ങളെ തകർത്തെറിഞ്ഞ് ഭാരതം ആശങ്കയോടെ നോക്കിക്കാണുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിനെ ഒരു നിമിഷം നേരത്തെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഏറ്റെടുക്കുക എന്നതാണ് രാജ്യസ്നേഹികളായ പൗരന്മാർ എന്ന നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നിർവഹിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം എന്നത് ആദ്യം തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് കേരളത്തിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. കുട്ടനാടിന്റെ ദുരന്തങ്ങൾ ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു. കേരളത്തിന്റെ ദുരന്തങ്ങൾ അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിനെയും താഴെ ഇറക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ആദ്യപടിയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്താൻ പോകുന്ന വിധിയെഴുത്ത്. സുപ്രധാനമായ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കാനുള്ള പരിശ്രമത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. കൺവെൻഷനിൽ തങ്കച്ചൻ വാഴേച്ചിറ അധ്യക്ഷനായി. കഴിഞ്ഞ ദിവസം നിര്യാതനായ കോൺഗ്രസ് നേതാവ് KK കൃഷ്ണൻകുട്ടിയെ യോഗത്തിൽ അനുസ്മരിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ജോസഫ് സെബാസ്റ്റ്യൻ, എബി കുര്യാക്കോസ്, ജേക്കബ് എബ്രഹാം, ജോസഫ് ചെക്കോടൻ, KP സുരേഷ്, ബാബു വലിയവീടൻ, K ഗോപകുമാർ, സജി ജോസഫ്, ജോർജ് മാത്യു പഞ്ഞിമരം, PV രാജീവ്, M മുരളി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.